പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരും. നമുക്ക് അസാധ്യമായ കാര്യങ്ങളെ അമ്മ സാധ്യമാക്കി തരും. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥതയുടെ മുമ്പിൽ നമുക്ക് കൈകൾ കൂപ്പി ഭയഭക്തിയോടെ ആയിരിക്കാം. അമ്മ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കും. എന്തെന്നാൽ അമ്മയുടെ മാധ്യസ്ഥതയാലാണ് ഈശോ ഈ ഭൂമിയിൽ ആദ്യ അത്ഭുതം പ്രവർത്തിച്ചത്. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഭയന്നിരുന്ന ആ കുടുംബത്തെ രക്ഷിപ്പാനായിട്ട് അമ്മയാണ് ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി ആ കുടുംബത്തെ രക്ഷിച്ചത്. അമ്മേ മാതാവേ, അപമാനത്തിലും ദുഃഖത്തിലും ജീവിക്കുന്ന ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ കടന്നു വരണമേ. എല്ലാവിധ ദുഃഖഭാരങ്ങളും അമ്മ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഒരു കുടുംബത്തിൻ്റെ എല്ലാ പോരായ്മകളും എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ കഴിവുള്ളത് അമ്മയ്ക്കാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തി ഞങ്ങളെ ദൈവസ്നേഹത്തിന് യോഗ്യരാക്കണമേ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ. എല്ലാ മക്കളുടെയും ജീവിത ആവശ്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, രോഗികളായ മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. തല മുതൽ ഉള്ളം കാലുവരെയും ഈശോയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപക്കറകളും മായ്ച്ചു കളയണമേ. അമ്മയുടെ നീലമേലങ്കിയാൽ ഞങ്ങളെ തുടയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ കണ്ണീരോട് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കൾക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. അവരനുഭവിക്കുന്ന എല്ലാ വേദനകളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. അമ്മേ മാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിലെല്ലാം അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ. ആ ഡോക്ടർമാരിലൂടെ, ആ നേഴ്സുമാരിലൂടെ അമ്മ പ്രവർത്തിക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ബയോപ്സി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലെന്ന് കേൾക്കുവാൻ തക്കവിധം അമ്മേ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, പിഞ്ചു പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിക്കണമേ. എല്ലാവിധ രോഗപീഠകളിൽ നിന്നും, പനിയുടെ അസ്വസ്ഥതകളിൽ നിന്നും, അലർജിയുടെ അസ്വസ്ഥതകളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. ഐസിയുലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗികളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, കണ്ണീരോടെ ആ മക്കളെ ഓർത്ത് നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മേലെ അമ്മ അലിവായിരിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ കൈവിടരുതേ. അത്ഭുതമായ അടയാളമായി അമ്മ ഞങ്ങളിലേക്ക് കടന്നു വരണമേ. പൂർണ്ണ രോഗസൗഖ്യം കൊടുക്കണമേ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളെയും അമ്മ ഏറ്റെടുക്കണമേ. എല്ലാ മക്കളുടെയും ശാരീരിക ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണമേ. ആരോഗ്യത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിപ്പാൻ, ആരോഗ്യത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ തക്കവിധം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ. അനേകം മക്കളുടെ മുമ്പിൽ അത്ഭുതമായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് എഴുന്നള്ളണമേ. ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ നികത്തണമേ. ഞങ്ങളുടെ കടബാധ്യതകളെ തീർക്കുവാനുള്ള വഴിവാതിലുകൾ തുറന്നു തരണമേ. അമ്മേ മാതാവേ, കണ്ണുനീർ നിറഞ്ഞ ജീവിതത്തിൽ കണ്ണുനീരിനെ തുടപ്പാനായിട്ട് അമ്മ കടന്നു വരണമേ. വേദന നിറഞ്ഞ ജീവിതത്തിന് ആശ്വാസം നൽകാനായിട്ട് അമ്മ കടന്നു വരണമേ. ഭാരമേറിയ ഹൃദയവുമായി ഞങ്ങൾ അമ്മയെ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ. വഴി മുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ. ഇനി മുൻപോട്ട് എങ്ങനെയെന്നറിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന മക്കളുടെ മുമ്പിലേക്ക് അത്ഭുതമായി അമ്മ പ്രത്യക്ഷപ്പെടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ. അമ്മേ മാതാവേ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ പഠിച്ച
കാര്യങ്ങളെല്ലാം ഓർമ്മയെ നിലനിർത്തി നന്നായി പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ അമ്മ ഇടയാക്കണമേ. പരീക്ഷ എഴുതുന്ന വേളകളിലെല്ലാം അമ്മ അവരുടെ സമീപത്തായിരിക്കണമേ. അമ്മ അവരിലൂടെ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നാളേക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ ഓരോ കുഞ്ഞുങ്ങളെയും അമ്മ ഇടയാക്കണമേ. ഞങ്ങളുടെ ഭൂമുഖത്തെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും, ദുഷ്ടാരൂപികളിൽ നിന്നും, ദുർവിചാരങ്ങളിൽ നിന്നും, ദുർപ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളുടെ ഭൂമുഖത്തെ കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, പലയിടങ്ങളിലായി നടക്കുന്ന പലവിധ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തകർന്നു പോവുകയാണ്. അമ്മേ മാതാവേ, ഈ ലോകത്ത് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ പോക്കിലും വരവിലും വഴിവാഹനങ്ങളിൽ യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലും എല്ലാം അമ്മ ഞങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യത്തിൽ എത്തുവാൻ തക്കവിധം ഞങ്ങളെ ഇടയാക്കണമേ. ഈ ഭൂമിയിൽ തിന്മ പെരുകുമ്പോൾ നന്മയായ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഈ ഭൂമിയിൽ നന്മ കൊണ്ട് നിറയ്ക്കണമേ. തിന്മയ്ക്കെതിരെ അമ്മ ശക്തമായി പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾ പൂർണ്ണമായ അമ്മയിൽ ആശ്രയിക്കുന്നു. ശക്തിയേറിയ മാതാവേ, ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ. സൈന്യങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് കാവലായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഞങ്ങളുടെ ആകുലതകൾ മനസ്സിലാക്കി, ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.